ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇംഗ്ലീഷ് സെന്റൻസസ് ആണ്. അതായത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന മലയാളം സെന്റൻസസിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. ഇംഗ്ലീഷ് തീരെ അറിയാത്തവർക്ക്, ബിഗിനേഴ്സിനൊക്കെ ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഞാൻ ഈ പറയുന്ന സെന്റൻസസ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് പഠിച്ചു നോക്കാനും അതേപോലെ തന്നെ വായിച്ചു നോക്കാനും ഒക്കെ വളരെ നല്ലതായിരിക്കും. അപ്പൊ ഇത് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ സെന്റൻസ് ആണ്, സെന്റൻസ് അല്ല, അതൊരു ക്വസ്റ്റ്യൻ ആണ്. നീ എപ്പോഴാണ് വന്നത്? നീ എപ്പോഴാണ് വന്നത്? അപ്പൊ നീ എപ്പോഴാണ് വന്നത് അല്ലെങ്കിൽ നീ എപ്പോഴാ വന്നത് ഇത് നമ്മൾ എങ്ങനെ ചോദിക്കും? എന്തെങ്കിലും ഒരു കാര്യം എപ്പോഴാണ് സംഭവിച്ചത് എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ വെൻ വെച്ചിട്ട് വേണം ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാൻ. എപ്പോഴാണ് വന്നത്, എപ്പോഴാണ് പോയത്, ഇതെല്ലാം വെൻ വെച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ നീ എപ്പോഴാണ് വന്നത് എന്ന് ചോദിക്കാൻ വെൻ ഡിഡ് യു കം എന്നാണ് ചോദിക്കുക. വെൻ ഡിഡ് യു കം. വരിക എന്നുള്ളതിനാണ് നമ്മൾ കം എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത്. അപ്പൊ നീ എപ്പോഴാണ് വന്നതെന്ന് എങ്ങനെ പറയും? വെൻ ഡിഡ് യു കം. ഇനി എപ്പോഴാണ് പോയതെന്ന് ചോദിക്കണമെങ്കിൽ വെൻ ഡിഡ് യു ഗോ എന്ന് ചോദിക്കാം. ഓക്കെ, ഇനി അതിന് മറുപടി ആയിട്ട് ഞാനിപ്പോൾ എത്തിയതേ ഉള്ളൂ എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ പറയും? ഞാനിപ്പോൾ എത്തിയതേ ഉള്ളൂ. അത് നമുക്ക് ഇങ്ങനെ പറയാം, ഐ ഹാവ് ജസ്റ്റ് റീച്ച്ഡ് എന്ന് പറയാം. ഐ ഹാവ് ജസ്റ്റ് റീച്ച്ഡ് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ എത്തിയതേ ഉള്ളൂ. ഈ എത്തി എന്ന് പറയുന്നിടത്താണ് നമ്മൾ റീച്ച്ഡ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത്. എത്തുക എന്ന് പറയുമ്പോൾ റീച്ചും എത്തി എന്ന് പറയുമ്പോൾ റീച്ച്ഡുമാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എത്തിയതേ ഉള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐ ഹാവ് ജസ്റ്റ് റീച്ച്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ എത്തിയതേ ഉള്ളൂ, ഐ ഹാവ് ജസ്റ്റ് റീച്ച്. ഇപ്പോൾ അല്ലെങ്കിൽ കുറച്ച് മുന്നേ എന്ന് കാണിക്കാൻ വേണ്ടി, അത് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് എന്നുള്ള വാക്ക് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ എത്തിയിട്ട് 10 മിനിറ്റ് ആയി ഇങ്ങനെ പറയണമെങ്കിൽ നമുക്കതെങ്ങനെ പറയാൻ പറ്റും? ഞാൻ എത്തിയിട്ട് 10 മിനിറ്റ് ആയി, അല്ലെങ്കിൽ ഞാൻ എത്തിയിട്ട് അരമണിക്കൂറായി, ഒരു ദിവസമായി എന്നൊക്കെ പറയണമെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും എന്ന് നോക്കാം. സോ ഞാൻ എത്തിയിട്ട് 10 മിനിറ്റ് ആയി എന്ന് പറയാനായിട്ട് ഇറ്റ് ഹാസ് ബീൻ 10 മിനിറ്റ്സ് സിൻസ് ഐ റീച്ച്ഡ് എന്ന് പറയാം. ഞാൻ എത്തിയിട്ട് 10 മിനിറ്റ് ആയി. ഇറ്റ് ഹാസ് ബീൻ 10 മിനിറ്റ്സ് സിൻസ് ഐ റീച്ച്ഡ്. ഐവ് എന്ന് പറയുമ്പോൾ ഐ ഹാവിന്റെ ഷോർട്ട് ഫോം ആണ്. സോ ഇറ്റ് ഹാസ് ബീൻ 10 മിനിറ്റ്സ് സിൻസ് ഐ ഹാവ് റീച്ച്ഡ്. ഇപ്പൊ അരമണിക്കൂർ ആയെന്ന് പറയണമെങ്കിൽ ഇറ്റ് ഹാസ് ബീൻ ഹാഫ് ആൻ അവർ സിൻസ് ഐ ഹാവ് റീച്ച്ഡ്. ഓക്കെ, അപ്പൊ എത്തിയിട്ട് ഇത്ര സമയമായി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറ്റ് ഹാസ് ബീൻ എന്ന് പറയുമെങ്കിൽ നമ്മൾ സമയം പറയുന്നത്. അപ്പൊ സമയം മാറുന്നതനുസരിച്ച് നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇറ്റ് ഹാസ് ബീൻ 1 ഡേ എന്നൊക്കെ പറയാം. നമുക്ക് ഒരു ദിവസം ആയി ഞാൻ എത്തിയിട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇറ്റ് ഹാസ് ബീൻ 1 ഡേ എന്നൊക്കെ പറയാം. അപ്പൊ എത്ര സമയമായോ അതനുസരിച്ച് സമയം മാറ്റി കൊടുക്കാം. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, ആരെങ്കിലും വരുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു കപ്പ് ചായ എടുക്കട്ടെ, അല്ലെങ്കിൽ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ, ഒരു കപ്പ് കോഫി എടുക്കട്ടെ, ഇതൊക്കെ ചോദിക്കും. ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റും? അപ്പൊ നമുക്ക് ഇങ്ങനെ ചോദിക്കാം, വുഡ് യു ലൈക്ക് ടു ഹാവ് എ കപ്പ് ഓഫ് ടീ എന്ന് ചോദിക്കാം. ഇനി കോഫി ആണെങ്കിൽ വുഡ് യു ലൈക്ക് ടു ഹാവ് എ കപ്പ് ഓഫ് കോഫി. അപ്പൊ വുഡ് യു ലൈക്ക് ടു ഹാവ് എന്ന് പറഞ്ഞാൽ ഇത് കുടിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വുഡ് യു ലൈക്ക് ടു ഹാവ് എന്ന് നമ്മൾ ചോദിക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യത്തിന് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ വുഡ് യു ലൈക്ക് ടു ചോദിക്കും. കുടിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വുഡ് യു ലൈക്ക് ടു ഹാവ് എന്ന് നമ്മൾ എടുത്ത് ചോദിക്കുന്നത്. വുഡ് യു ലൈക്ക് ടു ഹാവ് എ കപ്പ് ഓഫ് ടീ അല്ലെങ്കിൽ വുഡ് യു ലൈക്ക് ടു ഹാവ് എ കപ്പ് ഓഫ് കോഫി. ഇനി ഒരു ഗ്ലാസ് വെള്ളം വേണോ, വെള്ളം കുടിക്കാൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ വെള്ളം വേണോ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാ? വുഡ് യു ലൈക്ക് ടു ഹാവ് എ ഗ്ലാസ് ഓഫ് വാട്ടർ എന്ന് ചോദിക്കും. ഒരു ഗ്ലാസ് വെള്ളം വേണോ എന്നുള്ളത്. അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും കുടിക്കാൻ വേണോ എന്നാണെങ്കിലോ അങ്ങനെയും ചോദിക്കാമല്ലോ നമുക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും കുടിക്കാൻ വേണോ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ വുഡ് യു ലൈക്ക് ടു ഹാവ് സംതിങ് ടു ഡ്രിങ്ക് എന്ന് ചോദിക്കാം. വുഡ് യു ലൈക്ക് ടു ഹാവ് സംതിങ് ടു ഡ്രിങ്ക്, നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? ഓക്കെ, അപ്പൊ അങ്ങനെ ചോദിക്കാൻ പറ്റും. ഇനി നമ്മുടെ ഉത്തരം വേണ്ട, എനിക്കൊന്നും വേണ്ട എന്നാണെങ്കിൽ പൊതുവേ നമ്മൾ നോ എന്ന് മാത്രമാണ് പറയുന്നത് അല്ലേ? പക്ഷെ അതിന് പകരം നമുക്ക് നോ താങ്ക്സ് എന്ന് പറയാം. നന്ദി പക്ഷെ വേണ്ട എന്നുള്ള അർത്ഥത്തിൽ. നമ്മൾ മലയാളത്തിൽ അത് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര പൊളൈറ്റായിട്ട് സംസാരിക്കും, പറയാം ചോദിച്ചതിന് നന്ദി പക്ഷെ വേണ്ട എന്ന് പറയില്ലേ? അതിന് പകരം നമുക്ക് നോ താങ്ക്സ് എന്ന് പറയാം, വേണ്ട. ഓക്കെ, ഇനി ഒരു കപ്പ് ചായ കിട്ടിയാൽ കൊള്ളാം, അല്ലെങ്കിൽ ഒരു കപ്പ് ചായ കുടിക്കാൻ എനിക്ക് താല്പര്യമുണ്ട് അങ്ങനെ പറയാനാണെങ്കിലോ നമുക്കിങ്ങനെ പറയാം, ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ കപ്പ് ഓഫ് ടീ അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ കപ്പ് ഓഫ് കോഫി. സി വുഡ് യു ലൈക്ക് ടു എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ, വുഡ് യു ലൈക്ക് ടു എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് താല്പര്യമുണ്ടോ അല്ലെങ്കിൽ നിനക്ക് വേണോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അത് നമ്മൾ തിരിച്ച് വേണം എന്ന് പറയുവാണെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു എന്ന് വേണം മറുപടി കൊടുക്കാൻ. ഐ വുഡ് ലൈക്ക് ടു എന്ന് പറഞ്ഞാൽ അതെ എനിക്ക് വേണം അല്ലെങ്കിൽ അതെ എനിക്ക് താല്പര്യമുണ്ട്. ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ കപ്പ് ഓഫ് ടീ, എനിക്കൊരു കപ്പ് ചായ കുടിക്കാൻ താല്പര്യമുണ്ട്. അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ കപ്പ് ഓഫ് കോഫി,
ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ ഗ്ലാസ് ഓഫ് വാട്ടർ. എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് പറയാം. ഓക്കെ, ഇനിയിപ്പോൾ ഈ ചോദ്യം ചോദിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വേണമെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു എന്നുള്ള ഫ്രേസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിനൊരു കുഴപ്പമില്ല, ഭയങ്കര പൊളൈറ്റ് ആയിട്ടുള്ള ഫ്രേസ് ആണ്. ഇനി അടുത്ത സെന്റൻസ്, ഞാൻ പോയിട്ട് പിന്നീട് വരാം. ഇത് നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന ഒരു സെന്റൻസ് ആണ് അല്ലേ. ഞാൻ ഇപ്പോൾ പോയിട്ട് വരാം അല്ലെങ്കിൽ ഞാൻ പോയിട്ട് പിന്നെ വരാം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? നമുക്ക് ഇങ്ങനെ പറയാം, ഐ വിൽ കം ബാക്ക് ലേറ്റർ. ഒരു ഷോർട്ട് ആക്കിയിട്ട് ഐ കം ബാക്ക് ലേറ്റർ. ഐ വില്ലിനെ ഷോർട്ട് ആക്കി അയൽ എന്ന് പറയാം. ഐ വിൽ എന്ന് പറയേണ്ട ആവശ്യമില്ല, അയൽ എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി കേൾക്കാനും സുഖം. സോ ഐ കം ബാക്ക് ലേറ്റർ എന്ന് വെച്ചാൽ ഞാൻ പോയിട്ട് പിന്നീട് വരാം. നമ്മൾക്ക് പലർക്കും പറ്റുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പോയിട്ട് ഐ വിൽ ഗോ എന്നിട്ട് പിന്നീട് വരാം, ആൻഡ് കം ബാക്ക് ലേറ്റർ എന്നാണ് പലരും പറയുന്നത്. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ പോകുന്നതുകൊണ്ടാണല്ലോ ഐ കം ബാക്ക് ലേറ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഗോ അവിടെ യൂസ് ചെയ്യേണ്ട. ഐ കം ബാക്ക് ലേറ്റർ, ഞാൻ പോയിട്ട് പിന്നീട് വരാം. ഇനി അടുത്ത സെന്റൻസ്, വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം. ഇതും നമ്മൾ സ്ഥിരമായിട്ട് ആളുകളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്തുണ്ട് വിശേഷം, നിനക്ക് എന്തുണ്ട് വിശേഷം, വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ, വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം. ഇത് നമ്മൾ എങ്ങനെ ചോദിക്കും? നമുക്കിങ്ങനെ ചോദിക്കാം, ഹൗ ആർ തിങ്സ് അറ്റ് ഹോം എന്ന് ചോദിക്കാം. ഹൗ ആർ തിങ്സ് അറ്റ് ഹോം. ഇനി നിനക്കെന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കാനാണെങ്കിൽ ഹൗ ആർ തിങ്സ് വിത്ത് യു എന്ന് ചോദിക്കാം. നിന്റെ വിശേഷം എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഹൗ ആർ തിങ്സ് വിത്ത് യു എന്ന് ചോദിക്കാം. വീട്ടിൽ എന്തുണ്ട് വിശേഷം അല്ലെങ്കിൽ വീട്ടുകാർക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാനായിട്ട് ഹൗ ആർ തിങ്സ് അറ്റ് ഹോം എന്ന് ചോദിക്കാം. ഓക്കെ, ഇനി നിനക്ക് ഇന്ന് ക്ലാസ് ഉണ്ടോ, നിനക്ക് ഇന്ന് ക്ലാസ് ഉണ്ടോ, ഇതെങ്ങനെ ചോദിക്കും? ഇത് നിനക്കിന്ന് ജോലി ഉണ്ടോ, നിനക്കിന്ന് ഓഫീസ് ഉണ്ടോ, അതൊക്കെ ചോദിക്കുന്ന രീതിയിൽ തന്നെയാണ്. അപ്പം നിനക്കിന്ന് ക്ലാസ് ഉണ്ടോ എന്ന് ചോദിക്കാൻ ഡു യു ഹാവ് ക്ലാസ് ടുഡേ. നിനക്കിന്ന് ക്ലാസ് ഉണ്ടോ, ഡു യു ഹാവ് ക്ലാസ് ടുഡേ. നിനക്കിന്ന് ഓഫീസ് ഉണ്ടോ അല്ലെങ്കിൽ ഇന്ന് ജോലി ഉണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും? ഡു യു ഹാവ് വർക്ക് ടുഡേ എന്ന് ചോദിക്കും. എന്താണ് നിങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നത് അതനുസരിച്ച് വാക്ക് മാറ്റി കൊടുത്താൽ മതി. നിനക്കിന്ന് ക്ലാസ് ഉണ്ടോ, ഡു യു ഹാവ് ക്ലാസ് ടുഡേ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നീ എപ്പോഴാണ് തിരിച്ചു വരിക. നീ എപ്പോഴാണ് തിരിച്ചു വരിക, ഇതെങ്ങനെ ചോദിക്കും? വെൻ വിൽ യു ബി ബാക്ക്. ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എപ്പോഴാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വെൻ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. അത് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ചോദ്യം ചോദിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചോദ്യത്തിനെ സൂചിപ്പിക്കുന്ന വാക്ക് വെച്ചാണ് തുടങ്ങേണ്ടത്. ഇവിടെ ചോദ്യത്തിനെ സൂചിപ്പിക്കുന്ന വാക്ക് എപ്പോൾ എന്നാണ്. അതിന് ഇംഗ്ലീഷിലേക്ക് ആക്കുമ്പോൾ വെൻ. അപ്പൊ എപ്പോഴാണ് നീ തിരിച്ചു വരിക എന്നെങ്ങനെ പറയും? വെൻ വിൽ യു ബി ബാക്ക്. നീ എപ്പോഴാണ് തിരിച്ചു വരിക. അപ്പം നമ്മൾ ഇന്ന് പഠിച്ച സെന്റൻസസ് നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സെന്റൻസസ് ആണ്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ പറഞ്ഞതുപോലെ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉപയോഗിച്ചാൽ മതി. അപ്പൊ ഇങ്ങനത്തെ സെന്റൻസസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാ, ഇങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും, അങ്ങനെ കുറേ ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും, എനിക്കറിയാം. അതൊക്കെ നിങ്ങൾക്ക് കോമന്റ് ചെയ്യാം, അതിനുള്ള മറുപടി ഞാൻ നൽകുന്നതായിരിക്കും. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പ്രാക്ടീസിലൂടെ ട്രെയിനറിൻ്റെ സഹായത്തോടു കൂടി ഇംഗ്ലീഷ് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഇംഗ്ലീഷ് മിത്രയുടെ കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാവുന്നതാണ്. കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഷെയർ ചെയ്യുക. അതിന് പറ്റിയൊരു കോഴ്സാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. അപ്പോൾ മറ്റൊരു ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ക്ലാസ്സുമായിട്ട് കാണുന്നത് വരെ, ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. English Mitra. Stop worrying, start learning.